അപ്പോൾ ഒരു എക്സ്റ്റേണലി നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ലോക്കോസ്വേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരി ഷാർപ്പ് ലൈൻ ഓട്ടോമോട്ടീവിലാണ്. അവിടെ ഹിമാലയൻ്റെ പുതിയ BS6 വേർഷനായ 2 ലോഞ്ച് ആയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിൽ തന്നെ പോയി വണ്ടിയൊന്ന് കണ്ട് ചെറിയൊരു റിവ്യൂ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് ടെസ്റ്റ് റൈഡ് വണ്ടി വരുവാണെങ്കിൽ ഒന്ന് ഓടിച്ച് ഒക്കെ വരാനുള്ളൊരു പരിപാടിയാണ് പോകുന്നത്. എന്താവുമെന്നറിയില്ല. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കട്ടെ എന്താ ഇവിടുത്തെ അവസ്ഥ, വണ്ടി കാര്യങ്ങളൊക്കെ. വണ്ടിയൊക്കെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരി ഷാർപ്പ് ലൈൻ ഓട്ടോമോട്ടീവിലാണ്. അപ്പോൾ നമുക്ക് ഹിമാലയൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മളെ ആദർശ് മച്ച വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ റിവ്യൂ മച്ചാൻ പറയും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഹിമാലയൻ BS6 വെഹിക്കിളിൻ്റെ ചെറിയ അപ്ഡേഷനും അതേപോലെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് വണ്ടീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ 2016 റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ BS3, BS4 അല്ലെങ്കിൽ ഇന്നും BS6 എന്താ പറയുക 3 കാറ്റഗറിയിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ BS6 ആണ് ഇനി അങ്ങോട്ട് കസ്റ്റമേഴ്സിന് ലഭിക്കുക. BS6 വെഹിക്കിളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്താണ് ആ മാറ്റങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. BS6 ഹിമാലയനിൽ നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഒരു 3 അഡീഷണൽ കളേഴ്സാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു കളറായ ഗ്രേവൽ ഗ്രേ ആണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തത് ഒരു റോക്ക് റെഡ്, മൂന്നാമതായിട്ട് ലേക്ക് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് വന്നിട്ടുള്ളത്. അപ്പം മുന്നേ നമ്മളെ ഹിമാലയൻ നിരത്തുകളിൽ എല്ലാം ഇറങ്ങിയിട്ടുള്ളത് ഒരു ഗ്രാനൈറ്റ് ബ്ലാക്ക്, സ്നോ വൈറ്റ് എന്നിവ 2 കളറാണ്. ഫേമസ് ആയിട്ട് 2 കളറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഇടക്കാലത്ത് ഒരു സ്ട്രീറ്റ് എന്നൊരു മോഡലിൽ ഒരു കളർ ഓപ്ഷൻ കൂടി വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ പുറമേ ഉള്ളൊരു ചെറിയൊരു ചേഞ്ചസ് നമുക്ക് നോക്കാം. മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ടാങ്കിൻ്റെ ഡിസൈനാണ്. മുന്നേ ഉണ്ടായിരുന്നൊരു ടാങ്കിൻ്റെ ഡിസൈൻ മാറിയതിന് ശേഷം ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷ്, ഒരു സ്റ്റിക്കർ വർക്ക് പോലത്തെ ഒരു കമ്പനി ഇൻറ്റായിട്ട് തന്നെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലെ ഈ ഒരു പാനൽ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടില്ല. മുന്നേ അതൊരു ചെറിയൊരു ഡിസൈൻ വർക്കായിരുന്നു, അത് മാറിയിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുള്ളത് ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മഡ് ഗാർഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കർ വർക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വണ്ടീൻ്റെ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ഹിമാലയന് മുന്നേയുള്ള അതേ എൻജിൻ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹിമാലയൻ്റെ 411cc എൻജിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ 411cc എൻജിന് ഈ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് 24.3 bhp ആണ്. BS4 അത് 24.5 ആയിരുന്നു. ഒരു 0.2ൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും പവറിലൊരു കാര്യമായൊരു മാറ്റം വരാനുള്ള ചാൻസ് ഇല്ല. യൂസ് ചെയ്ത കസ്റ്റമേഴ്സും അതുപോലെ നമ്മുടെ മെക്കാനിക്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അതിലൊരു കാര്യമായൊരു ലാഗ് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 90-21 ഇഞ്ച് ടയർ സൈസ്. മുന്നേയുള്ള അതേ ടയർ സൈസ് തന്നെയാണ് വരുന്നത്. 300 mm ഒരു ഡിസ്ക് പ്ലേറ്റ് ആണ് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. BS4 ഓൾറെഡി ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് ABS ഡുവൽ ചാനൽ ലോഞ്ച് ചെയ്താണ്. ഈ ഒരു വാഹനത്തിൽ സ്വിച്ചബിൾ ABS എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. റിയർ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 120-90-17 ഇഞ്ചാണ്. മുന്നേയുള്ള അതേ സൈസ് തന്നെയാണ്. ഈ ഒരു പാറ്റേണും മാറിയിട്ടില്ല. ടയറിൻ്റെ ഗ്രിപ്പും പഴയ അതേ മോഡൽ തന്നെ വന്നിട്ടുള്ളതാണ്.
ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് BS4 BS3 എന്നീ മോഡലുകൾ കമ്പനിയിൽ നിന്ന് ഉണ്ടായ ഒരു ഡ്രോബാക്ക് അയച്ച് കസ്റ്റമേഴ്സ് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ടായിരുന്നത് ഒരു സജഷനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കുറച്ച് കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ് സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഇഷ്യൂ. ഈ BS6 മോഡലിൽ സൈഡ് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കമ്പനി കുറച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വണ്ടി സൈഡ് സ്റ്റാൻഡ് വരുന്ന സമയത്ത് ഒരു കുത്തനെയില്ല ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ടുണ്ട്. മുന്നേ ആ ഒരു ഇഷ്യൂ ഉള്ളത് തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് അത് പലർക്കും വണ്ടി സൈഡ് സ്റ്റാൻഡ് വെച്ചെടുത്ത് തന്നെ മറിഞ്ഞ് വീഴുകയും അങ്ങനെ ഡാമേജ് പറ്റിയെന്ന് വെച്ചൊരു കസ്റ്റമർ വോയിസ് നമുക്ക് കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ BS6 കമ്പനി ആ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ വണ്ടി ഓടിച്ച ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ബൈക്കുകളെ പോലെയല്ല, ഇതിൻ്റെ കുഷൻസ് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയാണ്. കാരണം ലോങ് ഡ്രൈവിന് പറ്റിയതാണ്. എത്ര ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുത്തത്തിന് ഒരു പൊസിഷൻ മാറ്റിയിട്ടൊന്ന് റൈഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ഒരു സോഫ്റ്റ് സീറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. മുന്നേയുള്ള BS3 BS4 വണ്ടികളിൽ അതേ സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സാണ്. അപ്രോക്സിമേറ്റ് ഒരു 5 ലിറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാണിംഗ് പോലെ ഒരു ട്രിപ്പ് എപ്പോഴുള്ളത് ഇൻഡിക്കേഷൻ നമ്മളെ ക്ലസ്റ്ററിൽ കാണിക്കുന്നതാണ്. ഫ്യൂൽ സിസ്റ്റം വരുന്നത് BS3 ആയിരുന്നു കാർബറേറ്റർ ഉള്ളത്. BS4 ഓൾറെഡി അത് EFI ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. BS6 EFI തന്നെയാണ് വരുന്നത്. നമ്മളെ പൊല്യൂഷൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് BS4 BS6 ഓൾറെഡി ഈ EFI ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ക്ലസ്റ്ററിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കീ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു സൗണ്ട് കേൾക്കാം, ഒരു മൂളിച്ചയിലൊരു സൗണ്ട്. നമ്മൾ ആ കീ ഓൺ ചെയ്ത് നമ്മളെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, ഓൺ കണ്ടീഷനിലാണ് അപ്പോൾ തന്നെ വരും, അല്ല ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാം. ജസ്റ്റ് നിങ്ങളത് കേട്ട് നോക്ക്, സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ കേട്ട സൗണ്ടാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ട്. അതായത് നമ്മളെ കീ ഓൺ ആയ സമയത്ത് നമ്മുടെ പെട്രോൾ ടാങ്കിൽ ഒരു ഫ്യൂൽ പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പ് വർക്ക് ചെയ്ത സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ആ പമ്പ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. അതായത് ഫ്യൂൽ ഡെലിവറീൻ്റെ വർക്ക് ചെയ്യുന്നത് ഈ ഫ്യൂൽ പമ്പാണ്. ന്യൂട്രൽ ലൈറ്റിൻ്റെ ആണ്, എഞ്ചിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് പോലത്തെ കാണിക്കുന്നതാണ്, ബാറ്ററീൻ്റെ കണ്ടീഷൻ കാണിക്കുന്നതാണ്, ABS ഇൻഡിക്കേഷനാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂൽ ഗേജ്. ഇത് നമ്മുടെ കോമ്പസ് ആയിട്ട് കാണിക്കും. നമ്മൾ RPM മീറ്ററാണ് ഈ കാണുന്നത്. നമ്മുടെ സാധാരണ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ സ്പീഡോമീറ്റർ. സ്പീഡ് കാണിക്കുന്നത് അനലോഗും അതേപോലെ തന്നെ നമ്മുടെ കിലോമീറ്റേഴ്സ് റൺ, ട്രിപ്പ് A ട്രിപ്പ് B അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിജിറ്റലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററാണ് ഈ ഹിമാലയനിൽ കാണിക്കുന്നത്. അത് ഒരു മീറ്ററിൻ്റെ ഒരു ഡിസൈൻ തന്നെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഉള്ളിലത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 3 സ്വിച്ചസാണ് വരുന്നത്. മുന്നേയുള്ള BS4 2 സ്വിച്ചസ് ആയിരുന്നു, മോഡ് പ്ലസ് സെലക്ട്. നമുക്ക് ട്രിപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ABSൻ്റെ സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് റൈഡേഴ്സിന് ഓഫ് റോഡ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് റിയർ ബ്രേക്ക് നമുക്ക് ABS വർക്ക് ചെയ്യിക്കാണ്ട് നോൺ ABS രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചബിൾ ABSലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ആക്ച്വലി അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് BS3 മുന്നേ ഉണ്ടായിരുന്നതാണ്. BS4 അത് മാറ്റി BS6 അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഹസാർഡ്, ഇൻബിൽട്ട് ആയിട്ട് ഒരു ഹസാർഡ് ലൈറ്റ്. കാരണം ഹിമാലയൻ പോലുള്ളൊരു വാഹനം മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു ടൂറർ ബൈക്കായിട്ടാണ്. അപ്പോൾ ഹസാർഡ് പോലുള്ളൊരു ഫെസിലിറ്റി റൈഡേഴ്സ് അല്ലെങ്കിൽ അത് ആൾക്കാരും എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹിമാലയൻ വെഹിക്കിളിൽ ഇത്തവണ കമ്പനി തന്നെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഈ പഴയ BS3 വെഹിക്കിൾ ഉണ്ടായിരുന്ന ഒരു ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ സ്വിച്ചിൻ്റെ അവിടെയായിട്ടൊരു ഹസാർഡ് സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഓൺ ആക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യണം. ആ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ മീറ്ററിൽ കാണാവുന്നതാണ്. ഹസാർഡായിട്ട് ചെയ്യുന്നത്. ഹസാർഡ് ഓഫ് ഇവിടെ തന്നെയാണ് വരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്താൽ ഓട്ടോമാറ്റിക് ഹസാർഡ് ഓഫ് ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള സ്വിച്ചാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മീറ്ററിൽ കാണുന്നത് ഓഡോ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത്. ഓഡോയിൽ 12.2 കിലോമീറ്റേഴ്സ്, അതായത് വണ്ടി ഇന്ന് വരെ ഓടിയ കിലോമീറ്റേഴ്സാണ്. ഇനി അടുത്തതായിട്ട് ട്രിപ്പ് A, അതായത് ഒന്നാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ട്രിപ്പ് A. നമുക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ഓടി എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ട്രിപ്പ് A. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിപ്പ് Aയിൽ ഏവറേജ് എന്ന് വെച്ച് കാണാൻ പറ്റും. അവിടെ 5 കിലോമീറ്റേഴ്സ് പെർ ഹവർ എന്നാണ് ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് 5 കിലോമീറ്റേഴ്സ് പെർ ഹവർ KMPH എന്നാണുള്ളത്. ഇതൊരിക്കലും അത് വണ്ടീൻ്റെ മൈലേജ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് 12.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടി കാണിച്ചു തരാം. 12.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ഓടിയെടുത്ത ടൈം അത് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ നീ
കവർ ചെയ്തത് 5 കിലോമീറ്റർ എന്നാണ് കവർ ചെയ്യുന്നത്. അവർ മണിക്കൂറിൽ കവർ ചെയ്യുന്ന കിലോമീറ്റർ സ്പീഡാണ് പറയുന്നത് 5 കിലോമീറ്റർ. നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെങ്കിൽ ആ ട്രിപ്പ് ചെയ്യൽ ഓടാനെടുത്ത സമയം നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ട്രിപ്പ് ബിയും കൂടി ഉണ്ട് കൊടുത്തിട്ട്, ഒരു ട്രിപ്പ് എ ഒരു ട്രിപ്പ് ബി, അത് നോർമലായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ട്രിപ്പ് എഫ്. ട്രിപ്പ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ 5 ലിറ്റേഴ്സ് താഴെ ഫ്യൂവൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മുടെ സെൻസർ, ഫ്യൂവൽ ഗേജ് സെൻസർ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് നമുക്ക് ക്ലസ്റ്ററിൽ ഈ ഒരു സന്ദേശം തരുന്നതാണ്. അതായത് നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ 5 ലിറ്ററിൽ താഴെയാണ് ഫ്യൂവൽ ഉള്ളൂ, നെക്സ്റ്റ് ഫ്യൂവൽ സ്റ്റേഷനിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നില്ല. കാരണം നമുക്കിത് കാർബറേറ്റർ വെഹിക്കിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഫ്യൂവൽ ഓൺ, മെയിൻ, റിസർവ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര കിലോമീറ്റേഴ്സ് ഓടുന്നില്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു 5 ലിറ്ററിൽ താഴെ എത്തുന്ന സമയത്ത് നമുക്ക് സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ പെട്ടെന്നായിട്ട് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്തൊന്നുമില്ല. ഒരു ലോങ് റൈഡൊക്കെ പോകുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് എഫ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണുന്നത് 7:13 എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ടൈമാണ്. അതുപോലെ ഇപ്പുറത്ത് കാണുന്നത് 29 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഹീറ്റാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റാകുന്ന സമയത്ത് അതിൻ്റെ ഹീറ്റ് മാറി വേരിയേഷൻ വരുന്നതാണ്. ഒരു 35-40 റേഞ്ചിലൊക്കെ നമുക്ക് എഞ്ചിൻ്റെ ഹീറ്റ് കാണാവുന്നതാണ്. അത് ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ അത് ഫാരൻ ഹീറ്റിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ ഈ കിലോമീറ്റേഴ്സിൽ ഓരോ കിലോമീറ്റേഴ്സിന് പകരം മൈൽസിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. താഴെ കാണുന്ന സൈഡ് സ്റ്റാൻഡ് ഉണ്ട്. അതായത് നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടാണത്. സൈഡ് സ്റ്റാൻഡ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിട്ട് നമുക്ക് കാണാം, സൈഡ് സ്റ്റാൻഡ് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ ഇപ്പുറത്തെ 0 എന്നുള്ളത് നമ്മുടെ വണ്ടി ന്യൂട്രൽ ഗിയറിലായത് 0 എന്ന് കാണിക്കുന്നത്. വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറുന്ന സമയത്ത് ഞാൻ വണ്ടി ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയറിലിട്ടപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലായി, സെക്കൻഡിലേക്കായി, തേർഡ് ഗിയറിലേക്ക് മാറി, ഫോർത്ത് ഗിയറിലേക്ക് മാറി, ഫോർത്ത് ഗിയർ. ഒരു ഗിയർ ഇൻഡിക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ വണ്ടീൻ്റെ ഒരു പുറമേയുള്ളൊരു ലുക്കിൽ വന്നൊരു മാറ്റത്തിൽ ഞാൻ പറഞ്ഞു, ടാങ്കിൻ്റെ കളേഴ്സ്, പിന്നെ അതുപോലെ സൈഡിൻ്റെ പാനൽ കളേഴ്സ് ഡിസൈൻ മാറി, പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് വർക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണലി നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സൈലൻസർ എക്സോസ്റ്റ് പൈപ്പിൻ്റെ മുകളിൽ ഒരു കാറ്റലൈറ്റ് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ BS6 നോംസ് പ്രകാരം പൊല്യൂഷൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇന്ത്യയിൽ ഇറക്കാൻ പറ്റും, നിരത്തിൽ ഇറക്കാൻ പറ്റും. അതിനാലാണ് ഒരു എക്സ്ട്രാ കാറ്റലൈറ്റ് കൺവേർട്ടർ എക്സോസ്റ്റ് പൈപ്പിലും കൊടുത്തിട്ടുണ്ട്. ഒരു കാറ്റലൈറ്റ് കൺവേർട്ടർ നമ്മൾ സൈലൻസറിനും മഫ്ലറിനും കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ BS6ലേക്ക് വരുന്ന സമയത്ത് അധികം കസ്റ്റമേഴ്സിന് ഒരു സംശയം ഉണ്ടാകും, വണ്ടിയുടെ സൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിലവിലുള്ള അതേ സൗണ്ട് തന്നെയാണ് വണ്ടിക്ക് ഇപ്പോൾ ഉള്ളത്. ഞാൻ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചതാണ്. വണ്ടിയുടെ ഇപ്പോഴത്തെ ഷോറൂം റേറ്റ് എന്ന് പറയുന്നത് 1.87 ഓണറോട് ഏകദേശം വരുന്നത് 2.30 അടുത്ത് വരും. ഇൻക്ലൂഡിംഗ് റോഡ് ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ചാർജ് വരുന്നത് 2.30 അടുത്ത് ചാർജ് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ് നമുക്ക് ബുക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് 15 days ആണ്. ബുക്കിംഗ് എമൗണ്ട് വരുന്നത് 10,000 rupees ആണ്. 10,000 rupees അടിച്ചതിന് ശേഷം നമുക്ക് ഒരു 15 ദിവസത്തിനകം വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾ ഡെലിവറി ഉണ്ടാക്കുക. ഉടൻ തന്നെ നമ്മുടെ ഈ ഷോറൂമിൽ ഹിമാലയൻ BS6ൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ വരുന്നതാണ്. കസ്റ്റമേഴ്സ്, താല്പര്യമുള്ള കസ്റ്റമേഴ്സ് വണ്ടി വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്യാം. കാരണം ഹിമാലയൻ ഒരു വെഹിക്കിൾ ഓടിച്ച ആൾക്കാർക്ക് മാത്രമാണ് വണ്ടിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാനുള്ളൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വണ്ടി ഓടിച്ചിട്ടുള്ള പരിചയമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുക. പിന്നെ അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഷോറൂമിലേക്ക് ബന്ധപ്പെട്ട് എവിടെയാണോ നിങ്ങളുടെ സ്ഥലം അവിടെയുള്ള റോയൽ എൻഫീൽഡിൻ്റെ സർവീസിലോ സെയിൽസിലോ എന്നിട്ട് നമ്മൾ അവിടെ ആര് ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചാലും അതിന് ഹിമാലയൻ്റെ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹിമാലയൻ BS6ൻ്റെ റിവ്യൂ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടിന്ന് ടെസ്റ്റ് റൈഡ് ഓടിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള വണ്ടി എടുക്കേണ്ട ടിപ്സ്, കാര്യങ്ങൾ, ഫസ്റ്റ് ഒരു യൂസർ വണ്ടി എടുത്ത ആളിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ കാര്യങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കൂടുതലായിട്ട് നമുക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിരിയാം. അപ്പോൾ എന്തായാലും താങ്ക് യു ബ്രോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഷുവർ.